ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്നും 5 കിലോമീറ്ററും എടപ്പള്ളിയിൽ നിന്നും 8 കിലോമീറ്ററും ദൂരത്തായി നിർമ്മിച്ചിട്ടുള്ള ഒരു മോഡേൺ സ്റ്റൈലിൽ ആർക്കിടെക്ചറലായി നിർമ്മിച്ചിട്ടുള്ള മനോഹരമായ ഒരു വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് 2018 പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയയിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്നും ഇൻഫോ പാർക്കിലേക്ക് 5 കിലോമീറ്ററും ലുലു മാളിലേക്ക് 8 കിലോമീറ്ററും ദൂരമേ വരുന്നുള്ളൂ. മനോഹരമായ വീടിൻ്റെ എലിവേഷൻ നമുക്ക് കാണാം. നല്ലൊരു കൊളോണിയൽ സ്റ്റൈലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 4 മീറ്ററോളം വീതി വരുന്ന റോഡിന് മുന്നിലായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. കൂടാതെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കെ തന്നെ ഒരു ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഈ വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ളൊരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മനോഹരമായ ചുറ്റുമതിൽ നമുക്ക് കാണാം. 17 അടിയോളം നീളം വരുന്ന സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഒരു ഗേറ്റാണ് വീടിന് മുന്നിലായി കൊടുത്തിരിക്കുന്നത്. വീടിൻ്റെ മുറ്റത്തേക്ക് വന്നു കഴിഞ്ഞാൽ 2 വണ്ടിയോളം ഈസിയായിട്ട് പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ ലഭിക്കുന്നുണ്ട്. ഇന്റർലോക്ക് കട്ടയാണ് വീടിൻ്റെ മുറ്റത്തായി വിരിച്ചിരിക്കുന്നത്. ഒരു കവേർഡ് കാർപോർച്ച് ഏരിയയും നമുക്ക് കാണാം. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം സെറ്റ് ബാക്ക് എല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് നിർമ്മാണം. ഈ ഒരു ഭാഗത്തെല്ലാം നാച്ചുറൽ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. വടക്കിഴക്കേ മൂലയിലായി കിണറിൻ്റെ സ്ഥാനം കാണാം. ഇവിടെയായി ഗ്യാസ് സിലിണ്ടർ വയ്ക്കാവുന്ന ഒരു പ്രൊവിഷനും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലെ ഡോറിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ കിഴക്കോട്ടാണ് ഡോറിൻ്റെ ഡയറക്ഷൻ വരുന്നത്. ചെറിയൊരു സിറ്റൗട്ട് കാണാം. അവിടെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റ് ആണ്. സൊമാനി ബ്രാൻഡിൻ്റെ ഗ്രാനൈറ്റ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലെ ഡോർ ചെയ്തിട്ടുള്ളത് സ്റ്റീലിൻ്റെ ഡോറാണ്. 2 സൈഡിലേക്കും ഫോൾഡിങ്ങിന് തുറക്കാവുന്ന ഡോർ തുറന്ന് കയറി വരുന്നത് ലിവിംഗ് ഹാളിലേക്കാണ്. മനോഹരമായ ഫോൾ സീലിംഗ് വർക്കുകളും പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുള്ള ഈ വീടിൻ്റെ ഫ്ലോറിങ്ങിനായി മാറ്റ് ഫിനിഷിലും വരുന്ന വെട്രിഫൈഡ് ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നേരെ കാണുന്ന ഭിത്തിയിൽ മനോഹരമായൊരു TV യൂണിറ്റ് നമുക്ക് കാണാം. ഇവിടെയായി ഒരു കോർട്ട്യാർഡ് സ്പേസ് അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്താണ് അത് വരുന്നത്. മനോഹരമായ ഗാർഡൻ എല്ലാം ആ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കാം. 10ഓളം ചെയറിട്ടിരിക്കാവുന്ന വലിപ്പമുള്ള ഒരു ടേബിൾ ഡാവുന്ന സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹാളിൽ ലഭിക്കുന്നുണ്ട്. ഡബിൾ ഹൈറ്റോടുകൂടി വരുന്ന ഒരു ഡൈനിങ് ഹാൾ ഏരിയയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. സ്റ്റെയർ കേസിൻ്റെ താഴെയായി ടേബിൾ ടോപ്പോടുകൂടി വരുന്ന ഒരു വാഷ് കൗണ്ടർ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കിച്ചൻ്റെ ഭാഗത്തേക്ക് വരാം. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു കിച്ചൺ തന്നെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വൈറ്റ് ആൻഡ് ഐവറി കളറിൽ വരുന്ന കബോർഡ് വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്ക് നമുക്ക് കാണാം. ചിമ്മിനിയും ഹോബും ഇവിടെ കാണാൻ കഴിയും. കിഴക്കോട്ടാണ് അടുപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്നത്. മനോഹരമായ ഒരു വലിപ്പമുള്ളൊരു കിച്ചൺ തന്നെയാണ്. വെളിച്ചം ലഭിക്കുന്നതിന് വേണ്ടി നല്ല വിൻഡോയും കൊടുത്തിട്ടുണ്ട്. കിച്ചൺ കൂടാതെ അഡീഷണൽ ആയിട്ട് ഒരു വർക്ക് ഏരിയ സ്പേസും നമുക്കിവിടെ കാണാൻ കഴിയും. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് പോയി നോക്കാം. താഴെ ഒരു ബെഡ്റൂമാണ് വരുന്നത്. ഏകദേശം 130ഓളം സ്ക്വയർ ഫീറ്റിൽ വരുന്നൊരു ബെഡ്റൂമാണ്. വലിപ്പമുള്ള വിൻഡോകൾ ഈ വീടിൻ്റെ എടുത്തു പറയേണ്ട പ്രത്യേകത കൂടിയാണ്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിലും കോർട്ട്യാർഡ് സ്പേസ് കാണാം. കലാത്തിയ ഗാർഡനാണ് ഈ ഒരു ഭാഗത്തെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി വരുന്ന ബെഡ്റൂം തന്നെയാണ്. ജാഗൂറാണ് ഇവിടെ ഫിറ്റിംഗ്സിനും സാനിറ്ററീസിനുമായി ഉപയോഗിച്ചിരിക്കുന്നത്. നല്ലൊരു കൺസീൽഡ് ഫ്ലഷ് ടാങ്കും ക്ലോസറ്റുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്റ്റെയർ കേസിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ വുഡോട് കൂടി വരുന്ന സ്റ്റെയർ കേസിൻ്റെ ഫ്ലോറിംഗ് നമുക്ക് കാണാം. ജിയുടെ പൈപ്പിലും സ്റ്റീലിലുമാണ് ഇവിടെ ഹാൻഡ് റെയിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ മറ്റൊരു എടുത്തു പറയേണ്ട പ്രത്യേകതയാണ് സ്റ്റെപ്പ് കയറി വരുന്ന ആദ്യത്തെ ലാൻഡിൽ നമുക്കൊരു നല്ലൊരു സ്പേസ് ലഭിക്കുന്നുണ്ട്. അവിടെയെല്ലാം ഒരു ഇരിപ്പിടം സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു കിളിവാതിൽ പോലെ മോഡൽ ചെയ്തിട്ടുള്ള ഒരു ഓപ്പൺ ഏരിയ അവിടെ കാണാം. അവിടെ ടഫൻ ഗ്ലാസ് ഇട്ട് ഗ്ലോസ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു ചെറിയൊരു വ്യൂ കിട്ടുന്ന രീതിയിലാണ് ആ ഒരു സ്പേസ് എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഭാഗത്ത് ഇൻഡോർ പ്ലാന്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ കയറി നേരെ വരുന്നത് 1ാമത്തെ നിലയിലേക്കാണ്. ഇവിടെ ഒരു ഷാൻലിയർ ലൈറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നേരെ കാണുന്ന സ്പേസിൽ ഒരു ഓപ്പൺ ഏരിയ വരുന്നത് കൊണ്ട് തന്നെ നല്ല വെളിച്ചം നമുക്ക് ലഭിക്കുന്നുണ്ട്. മുകളിലെ നിലയിൽ 2 ബെഡ്റൂമാണ് വരിക. നമുക്ക് ബെഡ്റൂമിലേക്ക് പോയി നോക്കാം. ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. 135ഓളം സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂം തന്നെയാണ്. ഇവിടെയും കബോർഡ് വർക്കെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ജാഗൂർ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. നല്ല മനോഹരമായ രീതിയിൽ തന്നെയാണ് ബാത്റൂമുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ബെഡ്റൂമിന് അഡീഷണൽ ആയിട്ടൊരു ബാൽക്കണി ലഭിക്കുന്നുണ്ട്.
ഈ ഒരു ഭാഗത്താണ് ബാൽക്കണി ഏരിയ വരുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഈ ഒരു ഭാഗത്താണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. 130ഓളം സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂമാണ്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇനി നമുക്ക് യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ് പോകാനുള്ളത്. അതിനു മുന്നായി വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് ഒന്ന് പോകാം. കാക്കനാടിൽ നിന്നും 5 കിലോമീറ്റർ അകലെയായി തേവക്കലിൽ സ്ഥിതി ചെയ്യുന്ന 3.3 സെൻറ്റിൽ 1500 സ്ക്വയർ ഫീറ്റിൽ നിൽക്കുന്ന ഈ വീടിന് ചോദിക്കുന്ന റേറ്റ് 92 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം.